പ്രിയ പ്രേക്ഷകർക്ക് സീരിയൽ ന്യൂസിലേക്ക് സ്വാഗതം. കൂടുതൽ സീരിയൽ ന്യൂസുകൾ അതിവേഗം ലഭിക്കുന്നതിന് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കൺ മറക്കാതെ ക്ലിക്ക് ചെയ്യുക. വീഡിയോ ഇഷ്ടമായി എങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി എന്ത് ചെയ്യും എന്ന ചോദ്യം മുമ്പിൽ ബാക്കിയാവുകയാണ് ഇപ്പോൾ. വരുണിനെ ഇതേ തുടർന്ന് ഫോൺ ചെയ്യുന്ന മാനസ കാര്യങ്ങൾ ചോദിക്കാൻ തയ്യാറാകുന്നു. ഞാൻ വിചാരിച്ചു നിന്റെ കൂട്ടുകാരെല്ലാം വല്ല ഉപകാരമുള്ളവർ ആണ് എന്ന്. ഇത് എന്തോ ആടാ അവൻ കാണിച്ചിട്ടുള്ളത്. ഒരു കാര്യം ഏൽപ്പിച്ചിട്ട് അത് കൃത്യമായി പോലും ചെയ്യാൻ സാധിക്കാത്ത അവനെയൊക്കെ എന്തിനു കൊള്ളാം. ഞാൻ വിചാരിച്ചു ഇന്നത്തോടെ കൺമണിയുടെ കച്ചവടം അവസാനിപ്പിക്കാമെന്ന്. ഛേ മാനസ, ഒരു അബദ്ധം പറ്റി. ഞങ്ങൾ കാര്യങ്ങളൊക്കെ മര്യാദയ്ക്ക് എക്സിക്യൂട്ട് ചെയ്തതാ. പക്ഷേ ആ കരീം ഭായ്, അയാളാണ് എല്ലാത്തിനും പ്രശ്നങ്ങൾ ഉണ്ടാക്കിക്കൊണ്ട് മുന്നിലേക്ക് വരുന്നത്. ആ കരീം സാഹിബിനെ ഒന്ന് ഒതുക്കണം. അത് ചെയ്യാൻ സാധിച്ചാൽ പിന്നെ ഒന്നും പേടിക്കാനില്ല. കാര്യങ്ങളെല്ലാം വിചാരിച്ചതുപോലെ തന്നെ നടക്കും. ആ കാര്യം ഞാൻ നിസ്സംശയം പറയുകയാണ്. മനസ്സിലായോ? അയാളെ എങ്ങനെ ഒഴിവാക്കും? അതാണ് എനിക്കും ഇപ്പോൾ ചോദിക്കാനുള്ളത്. ഇത് കേട്ടതിനെ തുടർന്ന് ഞാൻ എന്തെങ്കിലും വഴി കണ്ടെത്താൻ പറ്റുമോ എന്ന് നോക്കാം. എനിക്കും അയാളെ കൊണ്ട് ഇപ്പോൾ വലിയ ശല്യമായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അയാളെ ഒഴിവാക്കേണ്ടത് എൻ്റെ കൂടി ആവശ്യമായി പോയല്ലോ. ഞാൻ എന്തായാലും അതിനു വേണ്ടിയുള്ള ഒരു നീക്കം ഇനി നടത്താൻ പോവുകയാ. ആ കാര്യത്തിൽ ഒരു മാറ്റവുമില്ല. അത് നല്ലൊരു കാര്യം. ഞങ്ങളും ഞങ്ങളുടേതായ ശ്രമങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകുന്നുണ്ട്. എന്നാൽ ഇതേ തുടർന്ന് മറ്റൊരു വഴിത്തിരിവ് ഉണ്ടാവുകയാണ്. സാഗർ ഇനി എങ്ങനെ കാര്യങ്ങൾ മുന്നിലേക്ക് കൊണ്ടുപോകും എന്ന് ആലോചിക്കുകയാണ്. ഒരു എത്തും പിടിയും കിട്ടാതെ നിൽക്കുമ്പോൾ ദേവ്ജി ശ്രീദേവിയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുകയാണ്. നമ്മൾ വിചാരിച്ചതുപോലെ അല്ല ശ്രീദേവി ആ മാനസയുടെ ആളാണ്. അതുകൊണ്ട് നമ്മൾ എന്തെങ്കിലും ചെയ്തേ മതിയാകൂ. ഇല്ലെങ്കിൽ നമുക്ക് തിരിച്ചടി ഉണ്ടാകും എന്നുള്ള കാര്യത്തിൽ ഉറപ്പ് തന്നെയാ. അവളെ പുറത്താക്കിയാലോ? ആ ഒരു ചോദ്യം ഉന്നയിച്ചതിനെ തുടർന്ന് ഇതേപ്പറ്റി ഞാനും ആലോചിക്കുന്നുണ്ട് എന്നുള്ള ഉറപ്പ് നൽകിയിരിക്കുകയാണ് ഇപ്പോൾ. ഇതോടെ പുതിയ നീക്കങ്ങൾ ആരംഭിക്കുകയാണ് സാഗർ. ഇതിനിടയിൽ ബലരാമന്റെ കാര്യത്തിൽ തീരുമാനമുണ്ടാക്കണമെന്ന് ഉറപ്പിച്ച് മുന്നിലേക്ക് പോകുന്ന സുമിത്രയെ ഞെട്ടിച്ചുകൊണ്ടുള്ള ആ ദുരന്തം വന്ന് സംഭവിക്കുകയാണ്. ഡു ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്.